കാലം ആവശ്യപ്പെടുന്നത് നൽകണം, കാലത്തിനൊപ്പം സഞ്ചരിക്കണം. സിഡ്സി ക്ലാസ് റൂം ലേണിംഗ് ആപ്പ് നിങ്ങൾക്കൊപ്പം കാലത്തിനൊപ്പം. ഇനി മുതൽ A+ അല്ല, ഫുൾ മാർക്കും നേടാം. ഹായ് കൂട്ടുകാരെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ റിവിഷൻ ക്ലാസ്സുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത് പുതിയ ഒരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ്. അടുത്ത പുതിയ ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ്സുമായിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കുറേ ചാപ്റ്ററിൻ്റെയൊക്കെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും കാണുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകളുടെയൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അവിടെ നമ്മളതൊക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ചാപ്റ്ററും ഫസ്റ്റ് പഠിക്കുക, എന്നിട്ട് നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ ഓരോന്നും കാണുക. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉണ്ട്, എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ചോദ്യങ്ങൾ ഓരോന്നും നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക, എക്സ്പ്ലനേഷൻസ് പഠിക്കുക, ആ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഏരിയകൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മുന്നിലേക്ക് വരിക. ഓക്കെ. അങ്ങനെ നമുക്ക് ബോട്ടണിക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ റിവിഷൻ ചാപ്റ്റർ എന്ന് പറയുന്നത് 5ാമത്തെ ചാപ്റ്ററാണ്. 4ാമത്തെ ചാപ്റ്റർ വരെയുള്ള റിവിഷൻസ് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും മസ്റ്റായിട്ടും അത് കാണുക. അപ്പോൾ ഇന്ന് 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ. ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. പെട്ടെന്ന് ചാപ്റ്റർ നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അതേപോലെ തന്നെ വളരെ വേഗത്തിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക് ചെയ്ത് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാപ്റ്റർ പഠിക്കുക, പഠിച്ചിട്ട് നമ്മുടെ വീഡിയോ കണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് ഫുൾ മാർക്ക് വാങ്ങാൻ റെഡി ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ നമ്മൾ സെല്ലിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. അതായത് ഒരു സാധാരണ സെല്ല് എങ്ങനെയാണ്, സെല്ലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, സെല്ലിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സെൽ ഓർഗനൽസ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെല്ലിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുഞ്ഞു ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്നതാണ്. സെല്ലിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. പ്രോക്യാരിയോട്ടിക് സെല്ലെന്നും യൂക്യാരിയോട്ടിക് സെല്ലെന്നും. പ്രോക്യാരിയോട്ടിക് സെല്ല്, യൂക്യാരിയോട്ടിക് സെല്ല്. അതിൽ പ്രോക്യാരിയോട്ടിക് സെല്ലാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. പ്രോക്യാരിയോട്ടിക് സെല്ലെന്ന് വെച്ചാൽ എന്താണ്? ഒരു സെല്ല് നമ്മൾ എടുത്താൽ അവിടെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാകില്ല. അങ്ങനെയുള്ള സെല്ലുകളാണ് പ്രോക്യാരിയോട്ടിക് സെല്ലുകൾ. അതായത് ഡെഫിനിറ്റ് ആയിട്ട് അവിടെ നമുക്ക് ന്യൂക്ലിയസ് എന്നൊരു സ്ട്രക്ചർ കാണാൻ സാധിക്കില്ല. പകരം സൈറ്റോപ്ലാസത്തിൽ അവിടെ ആയിട്ട് ജെനറ്റിക് മെറ്റീരിയൽ, അതായത് DNA എന്ത് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നു, ചിതറിക്കിടക്കുന്നു. അങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കാണുന്നത്. അതുപോലെ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഒന്നും ഒരു പ്രോക്യാരിയോട്ടിക് സെല്ലിൽ ഉണ്ടായിരിക്കില്ല അല്ലേ. ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ്. ഇനി ഈ പ്രോക്യാരിയോട്ടിക് സെല്ലിന് 1-2 എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറയും? നമ്മുടെ കിങ്ഡം മൊനീറയിൽ വരുന്ന ഏതൊക്കെ ഓർഗാനിസങ്ങളാണ്? ബാക്ടീരിയകൾ, സയാനോ ബാക്ടീരിയകൾ, മൈക്കോപ്ലാസ്മ, ഇതെല്ലാം എന്താണ്? പ്രോക്യാരിയോട്ടിക് സെല്ലിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ. പിന്നീട് യൂക്യാരിയോട്ടിക് സെല്ലുണ്ട്. യൂക്യാരിയോട്ടിക് സെൽ എന്ന് വെച്ചാൽ എന്താണ്? ട്രൂ ന്യൂക്ലിയസ് ഉള്ള, അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂക്യാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതല്ലേ അതൊക്കെ? ആണ്. വളരെ എളുപ്പമാണ് പഠിക്കാൻ. അവിടെ നമുക്ക് ഡെഫിനിറ്റ് ആയിട്ട് നല്ല റൗണ്ട് ഷേപ്പിലുള്ള, കവർ ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെയുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസിനെ കാണാൻ സാധിക്കും. കൂടാതെ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് എല്ലാം തന്നെ എവിടെയുണ്ട്? ഒരു യൂക്യാരിയോട്ടിക് സെല്ലിൽ ഉണ്ടായിരിക്കും. യൂക്യാരിയോട്ടിക് സെല്ലിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഹയർ ഓർഗാനിസങ്ങളുടെ എല്ലാം സെൽസ് എന്താണ്? യൂക്യാരിയോട്ടിക് ആണ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ, RS വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചില്ലേ ഫസ്റ്റ് ക്ലാസ്? അപ്പോൾ അവിടെ നമ്മൾ എന്താ പഠിച്ചത്? കിങ്ഡം മൊനീറ ഒഴികെ ബാക്കിയുള്ള ഗ്രൂപ്പിൽ വരുന്നവരെല്ലാം എന്താണ്? യൂക്യാരിയോട്ടിക് ആണെന്നാണ് പറഞ്ഞത് അല്ലേ. കിങ്ഡം മൊനീറയിലാണ് ഏത് വരുന്നത്? പ്രോക്യാരിയോട്സ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഓർഗാനിസങ്ങളെല്ലാം
എന്തിന് എക്സാമ്പിളായിട്ട് പറയാം? ഓർഗാനിസങ്ങളുടെ ബോഡിയിലെ സെൽസ് എല്ലാം എന്തിന് എക്സാമ്പിളായിട്ട് പറയാം? യൂക്കാരിയോട്ടിക് സെൽസിന് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് നമ്മുടെ ചാപ്റ്റർ പഠിച്ച സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാത്തിനെ കുറിച്ചും പഠിച്ചതാണ്. ഇവിടെ നമ്മൾ റിവിഷൻ ചെയ്യുകയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ചോദ്യങ്ങളും പരിചയപ്പെടാം. ഒപ്പം ആ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടതെന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ചൂസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ എന്താണ്? ശരിയായ ഉത്തരം എടുത്തെഴുതാനാണ്. നോക്കിയേ, എന്താണ് ചോദ്യം എന്ന് നോക്കിയേ. എ സ്ട്രക്ചർ സീൻ ഇൻ ബാക്ടീരിയൽ സെൽ ഈസ് ഡാഷ്. ബാക്ടീരിയൽ സെല്ലിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് ഡാഷ്. എന്നിട്ട് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കറക്റ്റായിട്ട് ബാക്ടീരിയൽ സെല്ലിൽ കാണപ്പെടുന്ന സ്ട്രക്ചർ ഏതാണെന്ന് കറക്റ്റായിട്ട് എടുത്ത് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് നോക്കിയേ. ഫസ്റ്റ് ന്യൂക്ലിയസ്, അടുത്തതാണ് ലൈസോസോംസ്, പ്ലാസ്റ്റിഡ്സ്, ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന എന്താണ്? മീസോസോം. ഓക്കെ, ഇതാണ് 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതായിരിക്കും? ആൻസർ കറക്റ്റ് ഏതാണ്? മീസോസോമാണ്. എന്താണ്? മീസോസോം. അത് നമ്മൾ അവിടെ പഠിച്ച സമയത്ത് നന്നായിട്ട് പഠിച്ചതാണ്. ബാക്കി ഇതെല്ലാം എവിടെ ആബ്സെൻ്റ് ആണ്? ഒരു ബാക്ടീരിയൽ സെല്ലിൽ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഒരു ബാക്ടീരിയൽ സെല്ലിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കണ്ടൻസ് എന്തൊക്കെയാണ്? നമുക്കതൊന്ന് ജസ്റ്റ് ഓടിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ഒരു ബാക്ടീരിയൽ സെല്ല് നോക്കിയാൽ ബാക്ടീരിയൽ സെല്ലിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? സെല്ലിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സെൽ എൻവലപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സെൽ എൻവലപ്പ് ഉണ്ട്. ഇനി സെല്ലിന് ചുറ്റും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഈ സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് എത്ര ലെയേഴ്സ് അടങ്ങുന്നതാണ്? 3 ലെയേഴ്സ് അടങ്ങുന്നതാണ്. അതിൽ ആദ്യത്തെ ലെയറിൻ്റെ പേരാണ് ഗ്ലൈക്കോകാലിക്സ്. ഓക്കെ, രണ്ടാമത്തെ ലെയറിൻ്റെ പേരെന്താണ്? സെൽ വാള്. അതിനുശേഷം ഉള്ളിൽ 3ാമത്തെ ലെയർ സെൽ മെംബ്രെയിൻ. നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഈ 3 ലെയേഴ്സ് ചേരുന്നതാണ് ബാക്ടീരിയയുടെ പ്രൊട്ടക്റ്റീവ് കവറിങ് എന്ന് പറയുന്നത്. അതിനെ സെൽ എൻവലപ്പ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പിന്നീട് സെൽ എൻവലപ്പിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് പാർട്ടുണ്ട്, അതാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അത് നമുക്കറിയാം അല്ലേ, നോർമൽ സെല്ലിലുള്ളതാണ്. പിന്നീട് നോക്കുവാണെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ ദർ ഈസ് നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ഉള്ളിൽ എന്ത് കാണില്ല? വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. പകരം ജനറ്റിക് മെറ്റീരിയൽ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്കാറ്റർ ചെയ്ത് കിടക്കുകയായിരിക്കും അല്ലേ, ചിതറി ഇങ്ങനെ കിടക്കുകയായിരിക്കും. പിന്നീട് സെല്ലിനുള്ളിൽ കാണപ്പെടുന്ന മറ്റ് കണ്ടൻസ് എന്തൊക്കെയാണ്? പ്ലാസ്മിഡ്സ് ഉണ്ട് അല്ലേ. ബാക്ടീരിയയുടെ DNA കൂടാതെ ചില ബാക്ടീരിയകളുടെ സെല്ലിനുള്ളിൽ സർക്കുലാർ ഷേപ്പിലുള്ള എക്സ്ട്രാ ക്രോമസോമൽ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് DNA ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മിഡ്. ഓക്കെ, അപ്പോൾ പ്ലാസ്മിഡുകൾ ചില ബാക്ടീരിയൽ സെൽസിൽ ഉണ്ടായിരിക്കും. അവ എക്സ്ട്രാ ക്രോമസോമലാണ്, അതായത് ബാക്ടീരിയയുടെ ക്രോമസോം അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഭാഗമല്ല, സെപ്പറേറ്റ് ആണ്. ഏത് ഷേപ്പിലായിരിക്കും? സർക്കുലാർ ഷേപ്പിലായിരിക്കും. അവയുടെ പ്രത്യേകത എന്താ? സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. പിന്നീട് മീസോസോമുകളുണ്ട്, റൈബോസോമുകളുണ്ട്. ഇനി പ്രോക്യാരിയോട്ടിക് സെൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ സെല്ലിലെ റൈബോസോമിന്റെ പ്രത്യേകത എന്താ? അത് നോട്ട് ചെയ്യണം കേട്ടോ. 1 മാർക്കിനൊക്കെ ചോദ്യം ചോദിക്കാവുന്നതാണ്. പ്രത്യേകത എന്താ? 70S ടൈപ്പ് ആണ്. ഏത് ടൈപ്പാണ്? 70S ടൈപ്പ് റൈബോസോമുകളാണ് പ്രോക്യാരിയോട്ടിക് സെല്ലിലുള്ളത്. ഓക്കെ, പിന്നീട് ബോഡി ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്. സെല്ലിൽ കാണപ്പെടുന്ന മറ്റ് സ്ട്രക്ചറുകളാണ് ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് വാക്യൂൾസ് ഉണ്ട്. കൂടാതെ ക്രൊമാറ്റോഫോഴ്സ്, ഫ്ലജെല്ല, പില്ലി, അതുപോലെ തന്നെ ഫിംബ്രിയെ, ഇങ്ങനെയുള്ള പല സ്ട്രക്ചറുകൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഒരു ടിപ്പിക്കൽ ബാക്ടീരിയൽ സെല്ലിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഓഡ് 1 എഴുതാനൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ സ്ട്രക്ചറുകൾ ഓരോന്നും കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. അതിൻ്റെ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് നമ്മൾ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചതാണ്. ആ ഫീച്ചേഴ്സ് എല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, റൈബോസോമുകളെ കുറിച്ചാണ്. Several ribosomes may attach to a single mRNA
ആൻഡ് ഫോം എ ചെയിൻ കാൾഡ് ഡാഷ്. 1 മാർക്ക് ചോദ്യമാണ് കേട്ടോ. നോക്കിയേ, സെവറൽ റൈബോസോംസ്, ഒന്നിലധികം റൈബോസോമുകൾ മേ അറ്റാച്ച് ടു എ സിംഗിൾ mRNA, ഒരു mRNAയിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ആൻഡ് ഫോം എ ചെയിൻ, എന്നിട്ട് അത് എന്തായിട്ട് മാറുന്നു? ഒരു ചെയിൻ, ഒരു മാല പോലെ കാണുന്നു. അതായത് ഇങ്ങനെ നീളത്തിലൊരു mRNA വരും, അതിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് എന്ത് കാണപ്പെടുന്നു? ഒരുപാട് റൈബോസോമുകൾ കാണപ്പെടുന്നു. അതൊരു ചെയിൻ, ഒരു മാല പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാർക്ക് ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആ പേര്? ഓർമ്മയുണ്ടോ? നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? എന്താ പേര്? പോളി റൈബോസോംസ് അല്ലെങ്കിൽ പോളിസോം എന്നതാണ് പേര്. ഓക്കെ, പോളിസോം അല്ലെങ്കിൽ പോളി റൈബോസോം എന്നതാണ് പേര്. മറന്നു പോരുത് കേട്ടോ. ഇത് തന്നിട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, ഇനി ഈ ഡെഫിനേഷൻ തരും, എന്നിട്ട് പേരെഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും തിരിഞ്ഞു പോരുത്, കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. ഇനി ഒരു യൂക്കാരിയോട്ടിക് സെല്ലിനെ കുറിച്ച് നമുക്ക് നോക്കാം. യൂക്കാരിയോട്ടിക് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുണ്ട് അല്ലേ? പ്ലാന്റ് സെൽസും ഉണ്ട്, ആനിമൽ സെൽസും ഉണ്ട്. ഒരു യൂക്കാരിയോട്ടിക് സെല്ല് എടുത്താൽ ഇപ്പോൾ അതിൽ കോമൺ ആയിട്ട് പ്ലാന്റ് സെല്ലാണെങ്കിലും ആനിമൽ സെല്ലാണെങ്കിലും അതിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന കവറിങ് ആണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. ഓക്കെ, എന്നാൽ ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ അവർക്ക് ഒരു കവറിങ് കൂടിയുണ്ട്, സെൽ വാള് കൂടിയുണ്ട്. എന്നാൽ സെൽ വാൾ എവിടെ ആബ്സെൻ്റ് ആണ്? ആനിമൽ സെൽസിൽ ആബ്സെൻ്റ് ആണ്. അപ്പോൾ 2 സെൽസിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന കവറിങ്, അതായത് യൂക്കാരിയോട്ടിക് സെൽസിലെ പ്ലാന്റ് സെല്ലിലും ആനിമൽ സെൽസിലും ഒരേപോലെ കാണപ്പെടുന്ന ഒരു കവറിങ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു മോഡലൊക്കെ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഒരു മോഡലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആ മോഡലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ആ ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: ആൻ ഇംപ്രൂവ്ഡ് മോഡൽ ഓഫ് സ്ട്രക്ചർ ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ വാസ് പ്രൊപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ. കണ്ടോ, ഈ 2 പേരുകൾ മറന്നു പോരുതേ. എന്താ പേര്? സിംഗർ ആൻഡ് നിക്കോൾസൺ. പ്ലാസ്മ മെംബ്രെയിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് മോഡൽ, വളരെ അംഗീകരിക്കപ്പെട്ട ഒരു മോഡൽ പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? സിംഗറും നിക്കോൾസണും ചേർന്നിട്ടാണ്. ഓക്കെ, 1972 അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദിസ് മോഡൽ കാൾഡ്? ഈ മോഡലിൻ്റെ പേരെന്താണ്? എന്താണ് മോഡലിൻ്റെ പേര്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് അല്ലേ? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താണ്? വിച്ച് കമ്പോണൻറ്റ് ഫോം ബൈലെയർ? ഈ മോഡൽ അനുസരിച്ച് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിൽ ബൈലെയർ ഫോം ചെയ്തിരിക്കുന്നത് ഏത് കമ്പോണൻ്റ് ആണ്? ബൈലെയർ എന്ന് വെച്ചാൽ എന്താ? 2 ലെയറുകൾ. ഓക്കെ, 2 ലെയറായിട്ട് പാരലലായിട്ടുള്ള 2 ലെയറായിട്ട് ഫോം ചെയ്തിരിക്കുന്ന കമ്പോണൻ്റ് ഏതാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ലിപ്പിഡ്സ് ആണ്. അപ്പോൾ ബിയുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ് ബൈലെയർ എന്നല്ലേ പഠിച്ചത്? ഓക്കെ, നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ 2 ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൽ കാണപ്പെടുന്ന 2 ടൈപ്പ് പ്രോട്ടീനുകളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ അനുസരിച്ച് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിലെ ലെയറിൽ കാണപ്പെടുന്ന സെൽ മെംബ്രെയിനിൽ കാണപ്പെടുന്ന 2 ടൈപ്പ് പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് പെരിഫറൽ പ്രോട്ടീൻ അല്ലേ? രണ്ടാമത്തെ പ്രോട്ടീൻ്റെ പേരെന്താണ്? ഇൻ്റഗ്രൽ പ്രോട്ടീൻ. പെരിഫറൽ പ്രോട്ടീൻസും ഇൻ്റഗ്രൽ പ്രോട്ടീൻസും കാണപ്പെടുന്നു. ഓക്കെ, അത്രയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പല രീതിയിൽ അവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി മറ്റൊരു എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്: ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം. ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്യുക.
അനലൈസ് ദിസ് ഡയഗ്രാം ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഡയഗ്രാം നിങ്ങൾ നോക്കിയിട്ട് ആ ഡയഗ്രാം അനുസരിച്ച് നിങ്ങൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ക്വസ്റ്റ്യനിൽ തന്ന ഡയഗ്രാം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 131 131 131 നമ്മുടെ സിംഗർ ആൻഡ് നിക്കോൾസൺ കൊണ്ടുവന്ന പ്ലാസ്മ മെംബ്രെയിൻ്റെ മോഡലില്ലേ ഒരു ഡയഗ്രാം, അപ്പോൾ ആ ഡയഗ്രാം ആണ് അവർ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. എന്നിട്ടാണ് ആ ഡയഗ്രാം ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ആ ഡയഗ്രാം അനുസരിച്ച് പ്ലാസ്മ മെംബ്രെയിൻ്റെ മോഡൽ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ സെയിം കാര്യം തന്നെയാണ്, മറ്റൊരു രീതിയിലാണ് അവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് കാര്യം ചോദിച്ചിരിക്കുന്നു, അവിടെ ഒരു ഫിഗർ തന്നു, ഒരു ഡയഗ്രാം തന്നിട്ട് അത് ഒബ്സർവ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുന്നു. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? സ്ട്രക്ചർ, പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ ഒരു ഡയഗ്രാം തന്നിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ ഡയഗ്രാം ഏതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഏതാണ് ആ ഡയഗ്രാം എന്ന് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? ആ ഡയഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ദ ഗിവൺ ഡയഗ്രാം ഷോസ് എന്താണ്? ദ സ്ട്രക്ചർ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ പ്രൊപ്പോസ്ഡ് ബൈ സിംഗർ ആൻഡ് നിക്കോൾസൺ. ഇറ്റ്സ് നെയിം ഈസ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് എഴുതണം. ഓക്കെ, പിന്നീട് നമുക്ക് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് എഴുതണം. എന്തൊക്കെ പോയിന്റ്സ് എഴുതാൻ പറ്റും? അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ഈ മോഡൽ അനുസരിച്ച് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്തൊക്കെ കമ്പോണൻസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് എഴുതണം. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് മോഡൽ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. അതുപോലെ തന്നെ ലിപ്പിഡ് മോളിക്യൂൾസ് ആർ അറേഞ്ച്ഡ് ഇൻ ബൈലെയർ. ലിപ്പിഡ് മോളിക്യൂൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ബൈലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 തരം പ്രോട്ടീനുകൾ അവിടെയുണ്ട് അല്ലേ? ദർ ആർ 2 ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഇൻ പ്ലാസ്മ മെംബ്രെയിൻ. ഏതൊക്കെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഏതൊക്കെയാണ്? പെരിഫറൽ പ്രോട്ടീൻസ് ആൻഡ് ഇൻ്റഗ്രൽ പ്രോട്ടീൻസ്. പെരിഫറൽ പ്രോട്ടീൻസ് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഏത് പോർഷനിലാണ്? സർഫസിലാണ് കാണപ്പെടുന്നത്, പുറം ഭാഗത്ത് അറ്റാച്ച് ചെയ്താണ് കാണപ്പെടുന്നത്. എന്നാൽ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? പ്ലാസ്മ മെംബ്രെയിനിൽ ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളി അല്ലെങ്കിൽ പാർഷ്യലി എംബഡ് ചെയ്താണ് കാണപ്പെടുന്നത് അല്ലേ? അകത്തിങ്ങനെ ഫിക്സ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. പിന്നീട് ഈ മോഡൽ അനുസരിച്ച് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിന് ഏത് നേച്ചർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് ഓരോന്നും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചാലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഒരു യൂക്കാരിയോട്ടിക് സെൽ എടുത്തു കഴിഞ്ഞാൽ യൂക്കാരിയോട്ടിക് സെല്ലിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടൊരു ന്യൂക്ലിയസിനെ കാണാൻ സാധിക്കും. കൂടാതെ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസിനെ എല്ലാം തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട സെൽ ഓർഗനൽസ് ഏതൊക്കെയാണ്? ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ എന്തൊക്കെ സെൽ ഓർഗനലിനെ കുറിച്ചാണ് ക്ലാസ്സിൽ പഠിച്ചത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഗോൾഗി കോംപ്ലക്സ് ഉണ്ട്, ലൈസോസോംസ് ഉണ്ട്, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ ഉണ്ട്, വാക്യൂൾ ഉണ്ട്, പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, റൈബോസോംസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സെൽ ഓർഗനൽസ് ഒരു യൂക്കാരിയോട്ടിക് സെല്ലിലുണ്ട്. അപ്പോൾ ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സെൽ ഓർഗനലിനെ കുറിച്ചും എടുത്ത് സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് റിവൈസ് ചെയ്ത് വായിച്ചു നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ സെൽ ഓർഗനൽസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ സെൽ ഓർഗനൽസിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ശ്രദ്ധിച്ചേ. ഐഡൻറ്റിഫൈ ദ സെൽ ഓർഗനൽ നോൺ ആസ് പവർ ഹൗസ് ഓഫ് ദ സെൽ ഫ്രം ദോസ് ഗിവൺ ബിലോ. താഴെ കുറച്ച് സെൽ ഓർഗനൽസിൻ്റെ 4 പേര് തന്നിട്ടുണ്ട്. ഈ 4 പേരിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരാളെ. അയാളുടെ പ്രത്യേകത എന്താണ്? നോൺ ആസ് എന്തെന്നറിയപ്പെടുന്നു? പവർ ഹൗസ് ഓഫ് ദ സെല്ല്. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന സെൽ ഓർഗനൽ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏതാണ് ആ സെൽ ഓർഗനൽ? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? നോക്കിയേ, ലൈസോസോം ഉണ്ട്,
സെൻട്രോസോം ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, പ്ലാസ്റ്റിഡ് ഉണ്ട്. ഏതാണ്? മൈറ്റോകോൺട്രിയയാണ്. ഏതാണ്? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ ചോദ്യം ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് പഠിച്ചു വെക്കുക. സെൽ ഓർഗനലിനെ കുറിച്ചുള്ള ആ ഒരു പോർഷനിൽ ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ചോദ്യമാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു എക്സാമിന് ചോദിച്ചതാണ് ചൂസ് ദ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് എന്താണ് ദ സെൽ ഓർഗനൽ നോൺ ആസ് പവർ ഹൗസ് ഓഫ് ദ സെല്ല്. അവിടെയും ഇതുപോലെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്നും കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മൈറ്റോകോൺട്രിയയെ കുറിച്ച് നമ്മുടെ ഫോക്കസ് ഏരിയയിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ മൈറ്റോകോൺട്രിയയെ കുറിച്ച് എന്തെല്ലാം പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്? ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ്? ഫസ്റ്റ് മൈറ്റോകോൺട്രിയയുടെ ഷേപ്പ് എന്താണെന്ന് പഠിച്ചു അല്ലേ. മൈറ്റോകോൺട്രിയയുടെ ഷേപ്പ് എന്താണ്? സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ സോസേജ് ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ സോസേജ് ഷേപ്പിലുള്ള സെൽ ഓർഗനലാണ് ഏതെന്ന് പറയുന്നത്? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മൈറ്റോകോൺട്രിയയ്ക്ക് 2 മെംബ്രെയിൻസ് ഉണ്ട് അല്ലേ. ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഇതിൽ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. എന്നാൽ ഇന്നർ മെംബ്രെയിന് ഉള്ളിലേക്ക് ചെറിയ ചെറിയ ഇൻഫോൾഡിങ്സ് ഉണ്ട് അല്ലേ, മടക്കുകളുണ്ട്, മടക്കുകളായിട്ട് കാണപ്പെടുന്നു. ഈ ഇൻഫോൾഡിങ്സ് അല്ലെങ്കിൽ മടക്കുകളെ വിളിക്കുന്ന പേരാണെന്ത്? ക്രിസ്റ്റേ. ഓക്കെ, പിന്നീട് ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, ഈ 2 മെംബ്രെയിനുകൾ നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലുള്ള സ്പേസിനെ അല്ലെങ്കിൽ അകത്തുള്ള പോർഷനെ 2 കമ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിക്കുന്നു അല്ലേ. ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെയും ഇടയിൽ വരുന്ന ഒരു പോർഷനും ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പോർഷനും എന്നിങ്ങനെ 2 കമ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിക്കുന്നു. ഔട്ടർ മെംബ്രെയിൻ്റെയും ഇന്നർ മെംബ്രെയിൻ്റെയും ഇടയിൽ വരുന്ന പോർഷനാണ് ഔട്ടർ കമ്പാർട്ട്മെൻറ്റ്. ഇനി ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിൽ വരുന്ന പോർഷനാണ് ഇന്നർ കമ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇതിൽ ഈ ഇന്നർ കമ്പാർട്ട്മെൻറ്റിനുള്ളിലുള്ള ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മാട്രിക്സിനുള്ളിൽ പലതരത്തിലുള്ള കണ്ടൻസ് ഉണ്ട്. എന്തൊക്കെ കാണാം മാട്രിക്സിൻ്റെ ഉള്ളിൽ? സിംഗിൾ സർക്കുലാർ DNA മോളിക്യൂൾസിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുറച്ച് ഫ്യൂ RNA മോളിക്യൂൾസിനെ കാണാൻ സാധിക്കും. റൈബോസോമുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, 70S ടൈപ്പ് റൈബോസോമുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? കമ്പോണൻസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായിട്ടുള്ള കമ്പോണൻസും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എവിടെ ഉള്ളത്? ഈ പറയുന്ന മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലുള്ളത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നീട് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എന്താണ്? സൈറ്റ് ഓഫ് എയ്റോബിക് റെസ്പിറേഷൻ ആണ്. ആ പോയിന്റ് മറന്നു പോരുത് കേട്ടോ. സൈറ്റ് ഓഫ് എയ്റോബിക് റെസ്പിറേഷൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. പ്രൊഡക്ഷൻ ഓഫ് എനർജി നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ വെച്ചിട്ടാണ്. ഇൻ ദ ഫോം ഓഫ് ATP ഫോമിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ മൈറ്റോകോൺട്രിയയെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ഇതുപോലെ ഓരോ സെൽ ഓർഗനൽസിനെ കുറിച്ചും ഉണ്ട്. അതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഒരു കാരണവശാലും 1 മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല. അടുത്ത ഒരു ചോദ്യം നോക്കിയേ. There are different types of leucoplast in plant cells. പ്ലാന്റ് സെല്ലിൽ പലതരത്തിലുള്ള ല്യൂക്കോപ്ലാസ്റ്റുകളെ നമുക്ക് കാണാൻ സാധിക്കും. നെയിം ദ ല്യൂക്കോപ്ലാസ്റ്റ് ദാറ്റ് സ്റ്റോർ പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ല്യൂക്കോപ്ലാസ്റ്റിൻ്റെ പേരെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാർക്ക് ചോദ്യമാണ്. അപ്പോൾ ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഏത് ഏരിയയിൽ നിന്നാണ്? പ്ലാസ്റ്റിഡ്സ് എന്ന സെൽ ഓർഗനൽസിൻ്റെ ഏരിയയിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് ഒരു സെൽ ഓർഗനലാണ്. അത് എവിടെ കാണപ്പെടുന്നു? പ്ലാന്റ് സെൽസിൽ കാണപ്പെടുന്നു. ഓക്കെ, പ്ലാസ്റ്റിഡ്സ് 3 തരത്തിലുണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. പ്ലാന്റ് സെല്ലിലാണ് കാണപ്പെടുന്നത്. യുഗ്ലിനോയിഡ്സിലൊക്കെ വരാറുണ്ട്. അത് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്, അതുപോലെ തന്നെ എന്താണ്? ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, അതിൽ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള പിഗ്മെൻറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഗീവ് കളർ കൊടുക്കുന്നു. പിന്നീട് ല്യൂക്കോപ്ലാസ്റ്റ്
ല്യൂക്കോപ്ലാസ്റ്റിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ. ല്യൂക്കോപ്ലാസ്റ്റിന്റെ പ്രത്യേകത എന്താ? ദേ ആർ കളർലെസ് ആണ്, അവർക്ക് കളറൊന്നുമില്ല. അവരെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദേ ഹെൽപ്സ് ഇൻ ദ സ്റ്റോറേജ് ഓഫ് ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് അവർ സഹായിക്കുന്നത്. ഓക്കെ, ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യാനാണ് സഹായിക്കുന്നത്. ഇനി ഏത് ന്യൂട്രിയൻ്റ് ആണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ല്യൂക്കോപ്ലാസ്റ്റുകളെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. അതിൽ ഒന്നാമത്തേതാണ് അമൈലോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റിൽ കാർബോഹൈഡ്രേറ്റുകളെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അടുത്തതാണ് എലിയോപ്ലാസ്റ്റിൽ എന്തിനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഓയിൽസിനെയും അതുപോലെ തന്നെ ഫാറ്റിനെയുമാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അടുത്തതാണ് അല്യൂറോപ്ലാസ്റ്റിനുള്ളിലാണ് ആരെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? പ്രോട്ടീന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് എന്താണ്? അല്യൂറോപ്ലാസ്റ്റ് ആണ്. എന്താണ്? അല്യൂറോപ്ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ച ഏരിയ മനസ്സിലായില്ലേ? പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അത് പഠിച്ചു വെക്കണം. ഓക്കെ, ക്ലാസ്സിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഇനി മറ്റൊരു രീതിയിൽ ചോദിക്കാം, വേർഡ് പെയർ റിലേഷൻഷിപ്പിൽ ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ഇപ്പോൾ അമൈലോപ്ലാസ്റ്റ് എന്ന് തന്നിട്ട് അതിൻ്റെ നേരെ തരുന്നു? കാർബോഹൈഡ്രേറ്റ് എന്ന് തരുന്നു. എന്നിട്ട് ഡാഷ് എന്ന് തന്നിട്ട് അതിൻ്റെ നേരെ ഓയിൽസ് ആൻഡ് ഫാറ്റ് എന്ന് കൊടുക്കും. അവിടെ എന്തായിരിക്കും എഴുതേണ്ടത്? ഓയിൽസ് ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? എലിയോപ്ലാസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേർഡ് പെയർ റിലേഷൻഷിപ്പിൽ ചോദിക്കാം. കറക്റ്റ് ജോഡി പെയർ ചെയ്യാൻ ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും കറക്റ്റായിട്ട് നിങ്ങളത് ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പ്രോട്ടീൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? എന്താ ആൻസർ ആയിട്ട് വരുന്നത്? എലിയൂറോപ്ലാസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഒരു പ്ലാസ്റ്റിഡ് കൂടി ഉണ്ട് അല്ലേ. ഏതാണ്? നമുക്കെല്ലാം കുഞ്ഞു ക്ലാസ്സിലെ ഫേമസ് ആയിട്ടുള്ള ഏതാണ്? ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ ബിയറിംഗ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിൽ പലതരത്തിലുള്ള പിഗ്മെന്റുകളുണ്ട്. ഓക്കെ, കെരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ഉണ്ട്, ക്ലോറോഫിൽ ഉണ്ട്. പിന്നെ ഗ്രീൻ പ്ലാന്റ്സിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതായത് ഗ്രീൻ പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്നത് ആരാണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലുള്ള ക്ലോറോഫില്ലാണ്. ഓക്കെ, പിന്നീട് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്. അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ക്ലോറോപ്ലാസ്റ്റിന് ഡബിൾ മെംബ്രെയിൻ കവറിംഗ് ഉണ്ട് അല്ലേ. 2 മെംബ്രെയിനോട് കൂടിയ കവറിംഗ് ഉണ്ട്, ഡബിൾ മെംബ്രെയിൻ കവറിംഗ് ഉണ്ട്. പിന്നീട് ഈ ഡബിൾ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് പാർട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കുന്നത്. സ്ട്രോമയിൽ മെംബ്രെയിനിയസ് സാക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അല്ലേ. നാണയം അടുക്കി വെച്ചിരിക്കുന്നത് പോലെ മെംബ്രെയിനിയസ് സാക്കുകളുടെ ഒരു അടുക്ക്, നമ്മൾ കോയിൻസ് ഇങ്ങനെ അടുക്കി വെക്കത്തില്ലേ, അതുപോലെ ഓരോ അടുക്കുകൾ എവിടെ കാണാൻ സാധിക്കും? നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിൽ കാണാൻ സാധിക്കും. അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന ആ അടുക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാന. ഓക്കെ, അടുക്കി വെച്ചിരിക്കുന്ന അടുക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാന. ഇനി ഒരു ഗ്രാന എടുത്താൽ, അതായത് ഒരു ഗ്രാന എന്ന് പറയുന്നത് കോയിൻ്റെ ഒരു അടുക്കാണ് അല്ലേ. ഇനി ഒരു ഗ്രാന എടുത്താൽ ആ ഗ്രാനയിലെ ഒരു കോയിൻ നമ്മൾ എടുക്കുന്നു. അതായത് ഒരു മെംബ്രെയിനിയസ് സാക്കിനെ എടുക്കുകയാണെങ്കിൽ ഒരൊറ്റ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? തൈലക്കോയിഡ്. ഓക്കെ, അപ്പോൾ ആ ടേംസ് ഒക്കെ കറക്റ്റായിട്ട് പഠിക്കണം. ഗ്രാന എന്ന് പറയുന്നത് അടുക്കാണ്, മെംബ്രെയിനിയസ് സാക്കിൻ്റെ അടുക്കാണ് ഗ്രാന. അതിൽ ഒരു മെംബ്രെയിനിയസ് സാക്കിനെ എടുത്താൽ അതിനെ തൈലക്കോയിഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഈ തൈലക്കോയിഡിൻ്റെ തൈലക്കോയിഡ്, അതായത് ഒരു ഗ്രാനയിലെ തൈലക്കോയിഡിനെയും തൊട്ടടുത്ത ഗ്രാനയിലെ തൈലക്കോയിഡിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് മെംബ്രെയിനിയസ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്ട്രോമ ലാമെല്ല. ഇനി ഒരു തൈലക്കോയിഡ് എടുത്തു കഴിഞ്ഞാൽ ആ തൈലക്കോയിഡിൻ്റെ ഉള്ളിലുള്ള പോർഷനാണ് ല്യൂമൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ്സ് ഓരോന്നും കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഒരു കാരണവശാലും ഒരു പോയിന്റ് പോലും എഴുതാൻ മറന്നു പോകരുത്. ഫുൾ മാർക്ക് നമുക്ക് കിട്ടണം. നെക്സ്റ്റ് അടുത്ത ചോദ്യം ഒന്ന് നോക്കിയേ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ക്യാരക്ടേഴ്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് റൈബോസോംസ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ആൻഡ് റൈറ്റ് ദം ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 1 2 3 4
ക്യാരക്ടേഴ്സ് 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 4 പോയിന്റ്സ് നിങ്ങൾ ഫസ്റ്റ് വായിക്കുക. വായിച്ചിട്ട് ആ ഫീച്ചേഴ്സ് ഓരോന്നും ക്ലോറോപ്ലാസ്റ്റിൻ്റേത് ഏതാണ്, അതുപോലെ തന്നെ റൈബോസോമിൻ്റേത് ഏതാണ് എന്ന് 2 കോളത്തിലാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ 2 കോളം വരയ്ക്കുക. ഈ ഡിസ്റ്റിങ്വിഷ് എന്ന് പറഞ്ഞ് എപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാലും 2 കോളം ആക്കി വേണം എഴുതാൻ കേട്ടോ, മറന്നുപോയല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം വരച്ചിട്ട് എഴുതുക. അടുത്ത 2ാമത്തെ കോളത്തിൽ റൈബോസോം എന്ന് എഴുതുക. ഇനി നമുക്ക് നോക്കാം ഇതിൽ ഈ ക്യാരക്ടേഴ്സ് ഓരോന്നും ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. ഫസ്റ്റ് നമ്മൾ ഡബിൾ മെംബ്രെയിൻ എടുക്കുന്നു അല്ലേ. ഡബിൾ മെംബ്രെയിൻ ആരുടെ പ്രത്യേകതയാണ്? ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രത്യേകതയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ഡബിൾ മെംബ്രെയിൻ ആർക്കുണ്ട്? ക്ലോറോപ്ലാസ്റ്റിനുണ്ട്. 2ാമത്തെ നോക്കിയേ, ജോർജ് പാലേഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റൈബോസോമുമായി ബന്ധപ്പെട്ടതാണ്. റൈബോസോമുകളെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത വ്യക്തിയാണ് ജോർജ് പാലേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് റൈബോസോമുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തതാണ് സാക്ക് ലൈക്ക് തൈലക്കോയിഡ്. എന്തിന്റെ പ്രത്യേകതയാ? ഞാൻ പറഞ്ഞു നേരത്തെ, ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ കോയിൻസ് അടുക്കി വെച്ചിരിക്കുന്നത് പോലെ മെംബ്രേനിയസ് സാക്കുകളുടെ അടുക്കുണ്ട്, അതാണ് ഗ്രാന. ഗ്രാനയിലുള്ള ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു മെംബ്രേനിയസ് സാക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? തൈലക്കോയിഡ്. അപ്പൊ അതെന്തിന്റെ പ്രത്യേകതയാണ്? ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് 70s ആൻഡ് 80s. 70s 80s എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ടൈപ്പ് റൈബോസോമുകളാണ് അല്ലേ. 70s ടൈപ്പും 80s ടൈപ്പും. ഓക്കെ, അപ്പോൾ അത് ഇതിൽ വരും, റൈബോസോമിന്റെ ഫീച്ചേഴ്സിൽ വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ വന്ന ആരാണ്? റൈബോസോം ആണ് അല്ലേ. റൈബോസോം എന്ന സെൽ ഓർഗനലാണ്. അപ്പോൾ റൈബോസോമിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ ഒന്ന് ഓർത്തു നോക്കിയേ. റൈബോസോമിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത് ആരാണ്? നമ്മൾ പറഞ്ഞു ജോർജ് പാലേഡ് ആണ് അല്ലേ. ഇനി റൈബോസോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് എന്ത്? പ്രോട്ടീൻ സിന്തസിസ്. ഓക്കെ, അത് മറന്നു പോരുത്. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ആരുടെ സഹായത്തോടെയാണ്? റൈബോസോമിലാണ്. ഓക്കെ, റൈബോസോമാണ് മേജർ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. പിന്നെ റൈബോസോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. RNAയും പ്രോട്ടീനുകളും കൊണ്ടാണ് റൈബോസോമിനെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റൈബോസോമിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്ത് കാണത്തില്ല? മെംബ്രെയിൻസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് യൂക്കാരിയോട്ടിക് സെല്ലിലും പ്രോക്യാരിയോട്ടിക് സെല്ലിലും ആര് വരുന്നത്? നമ്മുടെ റൈബോസോം വരുന്നത് അല്ലേ. ഒരു യൂക്കാരിയോട്ടിക് സെൽ എടുത്താൽ അവിടെയും റൈബോസോം ഉണ്ട്, പ്രോക്യാരിയോട്ടിക് സെൽ എടുത്താൽ അവിടെയും ഉണ്ട്. അതായത് മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ആണ് എവിടെയുള്ളത്? പ്രോക്യാരിയോട്ടിക് സെല്ലിൽ ഇല്ലാതെ യൂക്കാരിയോട്ടിക് സെല്ലിൽ മാത്രം ഉള്ളത്. എന്നാൽ നമ്മുടെ റൈബോസോമിനെ ചുറ്റി എന്തില്ല? മെംബ്രെയിനുകൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് 2 ടൈപ്പ് സെല്ലിലും റൈബോസോമുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഒരു പ്രോക്യാരിയോട്ടിക് സെൽ എടുത്താൽ അവിടുത്തെ റൈബോസോമിന്റെ പ്രത്യേകത എന്താ? അതെന്ന് പറയുന്നത് 70s ടൈപ്പ് ആയിരിക്കും. എന്നാൽ യൂക്കാരിയോട്ടിക് സെല്ലിൽ ഏതായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതായിരിക്കും? 80s ടൈപ്പ് ആയിരിക്കും. ഈ 70s എന്താണ് 80s എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതൊക്കെ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, പിന്നീട് പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് റൈബോസോം എന്ന് പറയുന്നത്. ഓരോന്നും പോയിന്റ് ബൈ പോയിന്റ്സ് ആയിട്ട് എഴുതി പഠിക്കുക. ഒരു കാരണവശാലും ഒരു പോയിന്റ്സ് മിസ് ചെയ്യരുത്. പോയിന്റ്സ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ മാർക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് ഒരു പോയിന്റ് പോലും കളയാതെ ഫുൾ മാർക്ക് വാങ്ങിക്കണം. നെക്സ്റ്റ് റൈബോസോമിന്റെ ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കിയേ. റൈബോസോം ഈസ് ദ സെൽ ഓർഗനൽ സീൻ ഇൻ ബോത്ത് പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ. പ്രോക്യാരിയോട്ടിക് സെല്ലിലും യൂക്യാരിയോട്ടിക് സെല്ലിലും ഒരുപോലെ കാണപ്പെടുന്ന സെൽ ഓർഗനലാണ് ഏതെന്ന് പറയുന്നത്? റൈബോസോം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? മെൻഷൻ ഹൗ റൈബോസോംസ് ഡിഫർ ഇൻ പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. പ്രോക്യാരിയോട്സിലെയും യൂക്യാരിയോട്സിലെയും റൈബോസോമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓൾസോ മെൻഷൻ ദ ഫംഗ്ഷൻ ഓഫ് റൈബോസോം. റൈബോസോമിന്റെ ഫംഗ്ഷനും പറയുക. ഇതാണ് നമ്മുടെ ചോദ്യം അല്ലേ. ഫസ്റ്റ് ചോദ്യം എന്താണ്? ഡിഫറൻസ്. പ്രോക്യാരിയോട്ടിക് സെല്ലിലെയും യൂക്യാരിയോട്ടിക് സെല്ലിലെയും റൈബോസോമുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി നേരത്തെ നമ്മൾ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലേ. ഒരു പ്രോക്യാരിയോട്ടിക് സെൽ എടുത്തു കഴിഞ്ഞാൽ പ്രോക്യാരിയോട്ടിക് സെല്ലിലെ റൈബോസോം എന്ന് പറയുന്നത് 70s ടൈപ്പ് ആണ്.
എന്നാൽ യൂക്കാരിയോട്ടിക് സെല്ലിലെ റൈബോസോം എന്താണ്? 80S ടൈപ്പ് ആണ്. ഓക്കെ, 70Sഉം 80Sഉം തമ്മിൽ തിരിഞ്ഞു പോകരുത്. പിന്നീട് അതിൻ്റെ ഫംഗ്ഷൻ, റൈബോസോമിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ എന്താ പറയുന്നത്? റൈബോസോംസ് ആർ ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിൻ്റെ മേജർ സൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? റൈബോസോം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ റൈബോസോമിനെ കുറിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും കറക്റ്റായിട്ട് ആൻസർ ചെയ്തോണം. ഓക്കെ, അടുത്ത ഒരു ചോദ്യമാണ് പെക്യുലാരിറ്റീസ് ഓഫ് സർട്ടൈൻ സെൽ ഓർഗനൽസ് ആർ ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് സെൽ ഓർഗനൽസിൻ്റെ പെക്യുലാരിറ്റീസ് തന്നിട്ടുണ്ട്, പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ സെൽ ഓർഗനൽ. അത് ഏത് സെൽ ഓർഗനലുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഫീച്ചർ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ഏതാണ്? ഓൾറെഡി നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ ഒത്തിരി വട്ടം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ആരാണ്? റൈബോസോം ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആരെക്കുറിച്ചാണ്? റൈബോസോമിനെ കുറിച്ചാണ്. നെക്സ്റ്റ്, മെയ്ഡപ്പ് ഓഫ് മെനി, നോക്കിയേ, മെയ്ഡപ്പ് ഓഫ് മെനി ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്സ് ഓർ സിസ്റ്റർനെ. ഡിസ്ക് ഷേപ്പിലുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സിസ്റ്റർനെ എന്നറിയപ്പെടുന്ന സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നു. ഇത് ആരുടെ പ്രത്യേകതയാണ്? ഏത് സെൽ ഓർഗനലിൻ്റെ പ്രത്യേകതയാണ്? മെയ്ഡപ്പ് ഓഫ് മെനി ഡിസ്ക് ഷേപ്ഡ് ഫ്ലാറ്റ് സ്ട്രക്ചേഴ്സ് ഓർ സിസ്റ്റർനെ. സിസ്റ്റർനെ എന്ന സ്ട്രക്ചർ കാണപ്പെടുന്നത് എവിടെയാണ്? ഗോൾഗി അപ്പാരറ്റസിലാണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഓരോ സെൽ ഓർഗനലിൻ്റെ ഫീച്ചറും അത് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കുക. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അടുത്ത സി നോക്കിയേ, ബിയർ റൈബോസോംസ് ഓൺ ദെയർ സർഫസ്. ഏത് സെൽ ഓർഗനലിൻ്റെ പുറത്താണ് റൈബോസോമുകൾ വരാൻ സാധ്യതയുള്ളത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ പുറത്ത് വരും അല്ലേ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ പുറത്ത് റൈബോസോമുകൾ വരുവാണെങ്കിൽ അങ്ങനെയുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ വിളിക്കുന്ന പേരെന്താണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് അല്ലേ? ഓർമ്മയുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ്, റിച്ച് ഇൻ ഹൈഡ്രോളിറ്റിക് എൻസൈം. ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ഉള്ള സെൽ ഓർഗനൽ ഏതാണ്? ലൈസോസോംസ് ആണ്. ഓക്കെ, പിന്നീട് മെംബ്രെയിൻ ഈസ് ആബ്സെന്റ്. മെംബ്രെയിൻ ആബ്സെന്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽ ഏതാണ്? റൈബോസോംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ സെൽ ഓർഗനൽസിൻ്റെയും ഫംഗ്ഷൻ തന്നിട്ട് സെൽ ഓർഗനൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഓരോ സെൽ ഓർഗനൽസിൻ്റെയും എന്താണ് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അവയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടെങ്കിൽ അതും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ചു വെക്കുക. സൈറ്റോപ്ലാസത്തിൽ സെൽ ഓർഗനൽസിനോടൊപ്പം തന്നെ കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഏത്? ന്യൂക്ലിയസ് അല്ലേ? ഒരു സെല്ലെടുത്ത് നോക്കിയാൽ ആ ഒരു സെല്ലിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസ്, എല്ലാ പ്രോസസ്സുകളും കൺട്രോൾ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ശ്രദ്ധിച്ചേ. ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ ന്യൂക്ലിയോപ്ലാസം കണ്ടെയ്ൻ സ്മാൾ സ്പെറിക്കൽ ഷേപ്ഡ് സ്ട്രക്ചർ. ന്യൂക്ലിയോപ്ലാസത്തിൽ വളരെ ചെറിയ സ്പെറിക്കൽ ഷേപ്പിലുള്ള സ്ട്രക്ചർ കാണപ്പെടുന്നു. നെയിം ദ സ്ട്രക്ചർ. ആ സ്ട്രക്ചറിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത്, നെയിം ദ ഓപ്പണിങ്സ് സീൻ ഇൻ ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയർ എൻവലപ്പിൽ കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പോർസ് ഉണ്ട്. ഓക്കെ, സുഷിരങ്ങൾ അല്ലെങ്കിൽ ഓപ്പണിങ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരെഴുതുക. ആൻഡ് സ്റ്റേറ്റ് ദെയർ ഫങ്ഷൻ. അവയുടെ ഫങ്ഷൻ എന്താണെന്നും എഴുതുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? അതിനു മുമ്പ് നമുക്ക് ന്യൂക്ലിയസിൻ്റെ ആ ഒരു സ്ട്രക്ചർ, ന്യൂക്ലിയസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു നോക്കാം. ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചുറ്റിക്കൊണ്ട് ആവരണമായിട്ട് കാണപ്പെടുന്ന ഒരു ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയർ എൻവലപ്പിൽ ചെറിയ ചെറിയ ഓപ്പണിങ്സ്, സുഷിരങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനെ ന്യൂക്ലിയർ പോർ എന്നാണ് വിളിക്കുന്നത്. ഈ ന്യൂക്ലിയർ പോറിലൂടെയാണ് ന്യൂക്ലിയസും അതുപോലെ തന്നെ ന്യൂക്ലിയസ് കാണുന്ന എവിടെയാ? സൈറ്റോപ്ലാസത്തിലാണ് അല്ലേ?
അപ്പോൾ ന്യൂക്ലിയസിനകത്തേക്ക് സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിനകത്തേക്കും ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്കും മെറ്റീരിയൽസ്, അതായത് RNA ആയാലും പ്രോട്ടീൻസ് ആയാലും എല്ലാം പാസ് ചെയ്യുന്നത് ഈ കുഞ്ഞു കുഞ്ഞു ഓപ്പണിങ്സിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ എൻവലപ്പ് കവർ ചെയ്ത് കാണുന്നു. എൻവലപ്പിൽ സ്മാൾ ഓപ്പണിങ്സ് ഉണ്ട്, അതാണ് ന്യൂക്ലിയർ പോറ്. പിന്നീട് ഉള്ളിലേക്ക് വരുമ്പോൾ ഉള്ളിൽ നമ്മുടെ ഒരു മാട്രിക്സ് ഫ്ലൂയിഡ് പാർട്ടുണ്ട്, അതാണ് ന്യൂക്ലിയോപ്ലാസം എന്നറിയപ്പെടുന്നത്. ന്യൂക്ലിയോപ്ലാസം കഴിഞ്ഞിട്ട് സെൻറ്ററിലായിട്ട്, ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിലായിട്ട് സ്പെറിക്കൽ ഷേപ്പിൽ ഒരു റൗണ്ട് സ്ട്രക്ചർ കാണാൻ സാധിക്കും, അതാണ് ന്യൂക്ലിയോലസ്. പിന്നീട് ന്യൂക്ലിയോപ്ലാസത്തിൽ സ്കാറ്റർ ചെയ്തിട്ട് കുറച്ച് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതാണ് ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. ഈ ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? ക്രോമസോമുകളായിട്ട് മാറുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അതാണ് ബേസിക് ആയിട്ട് ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ. ഇനി നമ്മുടെ ചോദ്യം നോക്കിയേ. ന്യൂക്ലിയസിൽ ദ ന്യൂക്ലിയോപ്ലാസം കണ്ടെയ്ൻ സ്മാൾ സ്പെറിക്കൽ ഷേപ്ഡ് സ്ട്രക്ചർ, നെയിം ദ സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ പേരെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് സ്പെറിക്കൽ ഷേപ്ഡ് സ്ട്രക്ചർ? ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഏതാണ്? ന്യൂക്ലിയോലസ് ആണ്. അപ്പോൾ എ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ന്യൂക്ലിയോലസ്. ഇനി നെയിം ദ ഓപ്പണിംഗ് സീൻ ഇൻ ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയർ എൻവലപ്പിൽ കാണപ്പെടുന്ന ഓപ്പണിങ്ങിന്റെ പേരെന്താണ്? എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ന്യൂക്ലിയർ പോർസ് എന്നാണ്. ന്യൂക്ലിയർ പോർസ്. ഓക്കെ, ഇനി ആൻഡ് സ്റ്റേറ്റ് ദെയർ ഫംഗ്ഷൻ. അവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ ഫംഗ്ഷൻ? ന്യൂക്ലിയസിനകത്ത് നിന്നും സൈറ്റോപ്ലാസത്തിലേക്കും സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിനകത്തേക്കും മെറ്റീരിയൽസ് ഏതൊക്കെയാ? പ്രോട്ടീൻസും അതുപോലെ തന്നെ DNA RNAയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തേക്കും പുറത്തേക്കും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെറ്റീരിയൽസിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അതാണ് ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ. കറക്റ്റായിട്ട് തെറ്റിപ്പോകാതെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ക്രോമസോമുകൾ കാണപ്പെടുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ക്രോമസോമുകളുമായിട്ട് ബന്ധപ്പെട്ട് അത് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് കേട്ടോ. ക്രോമസോമുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓരോ പേരുകളും അതിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചിത്രവും നന്നായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. പൊസിഷൻ ഓഫ് സെൻട്രോമിയർ ഡിറ്റർമൈൻ ദ ഷേപ്പ് ഓഫ് ദ ക്രോമസോം. ഒരു ക്രോമസോമിൻ്റെ എന്താണ്? ഒരു ക്രോമസോമിലെ സെൻട്രോമിയർ എന്ന് പറയുന്ന പോർഷനാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? ആ ഒരു സെൻട്രോമിയർ എന്ന് പറയുന്ന പോർഷൻ എവിടെയാണ് കാണപ്പെടുന്നത്? അതാണ് പൊസിഷൻ ഓഫ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്രോമസോമിലെ സെൻട്രോമിയർ പോർഷൻ ഏത് പോർഷനിലാണോ കാണപ്പെടുന്നത്, ഏത് പൊസിഷനിലാണ് കാണപ്പെടുന്നത് എന്നതാണ് ഒരു ക്രോമസോമിൻ്റെ എന്ത് നിർണ്ണയിക്കുന്നത്? ഷേപ്പ് നിർണ്ണയിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ ഡിറ്റർമൈൻ ദ ഷേപ്പ് ഓഫ് ദ ക്രോമസോം. എവിടെയാണോ സെൻട്രോമിയർ കാണപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ക്രോമസോമിൻ്റെ ഷേപ്പ് നമ്മൾ പറയുന്നത്. നോക്കിയേ, നെയിം ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രോമസോംസ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് സെൻട്രോമിയർ. സെൻട്രോമിയറിൻ്റെ പൊസിഷൻ അടിസ്ഥാനമാക്കി പലതരത്തിലുള്ള ക്രോമസോമുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അവ നെയിം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നെയിം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ കേസ് നമ്മുടെ എക്സാമിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലോ? അപ്പോൾ ആ കാറ്റഗറി, ആ ക്ലാസിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. എത്ര ആയിട്ടാണ് നമ്മൾ ക്രോമസോമുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സെൻട്രോമിയറിൻ്റെ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അല്ലേ? ഏതൊക്കെയാണ്? ഫസ്റ്റ് ഒന്നാമത്തതാണ് മെറ്റാസെൻട്രിക് അല്ലേ? മെറ്റാസെൻട്രിക് ക്രോമസോം. അടുത്തതാണ് സബ് മെറ്റാസെൻട്രിക് ക്രോമസോം. അടുത്തതാണ് അക്രോസെൻട്രിക് ക്രോമസോം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടീലോസെൻട്രിക് ക്രോമസോം. ഏതൊക്കെയാണ്? മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക് ആൻഡ് ടീലോസെൻട്രിക് എന്നിങ്ങനെ 4 തരത്തിലാണ് ക്രോമസോമുകളെ എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ 4 പേരുകളാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അഥവാ നമ്മുടെ എക്സാമിന് ഒരുപക്ഷെ ഇതിൻ്റെ ഫീച്ചേഴ്സ് കൂടി എഴുതാൻ ചോദിച്ചാലോ? അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഇപ്പോൾ ഫസ്റ്റ് മെറ്റാസെൻട്രിക് ക്രോമസോം നോക്കാം. മെറ്റാസെൻട്രിക് ക്രോമസോം നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്താ?
കറക്റ്റായിട്ട് സെൻറ്ററിലായിരിക്കും അല്ലേ. ഇപ്പം ഇതായിരിക്കും സെൻട്രോമിയർ. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സെൻറ്ററിലായിരിക്കും സെൻട്രോമിയർ കാണുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രോമിയർ കറക്റ്റ് സെൻറ്ററിൽ വരികയാണെങ്കിൽ അങ്ങനെയുള്ള ക്രോമസോമുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത ക്രോമസോമിന്റെ ആംസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ലെങ്തും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്രോമസോമുകളാണ് മെറ്റാസെൻട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പേരുകൾ പഠിക്കുക, ഡെഫിനിഷൻ പഠിക്കുക, ചിത്രം വരയ്ക്കാനും പഠിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ടൈപ്പ് ക്രോമസോമിൻ്റെയും ഫിഗേഴ്സ് വന്നിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് പഠിക്കുക. നെക്സ്റ്റ് രണ്ടാമത്തേതാണ് എന്ത്? സബ് മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സെൻട്രോമിയറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി എവേ ഫ്രം ദ സെന്റർ. സെന്ററിൽ നിന്നും കുറച്ച് മുകളിലായിട്ടായിരിക്കും, കുറച്ച് മാറിയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നോക്കിയേ? സെൻട്രോമിയർ ഇങ്ങനെയായിരിക്കും. ഒരാം ദേ ഇങ്ങനെ വരും, ഒരു പോർഷനിലോട്ടുള്ള ആം. അടുത്തത് എങ്ങനെ വരും? ഇങ്ങനെ വരും. കണ്ടോ? കറക്റ്റ് സെന്റർ ആണോ? അല്ല. എന്നാൽ സെന്ററിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറിയായിരിക്കും കാണുന്നത്. മനസ്സിലായോ? ഇങ്ങനെയുള്ള ക്രോമസോമുകളെ വിളിക്കുന്ന പേരാണെന്ത്? സബ് മെറ്റാസെൻട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ സബ് മെറ്റാസെൻട്രിക് ക്രോമസോമുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലോങ്ങർ ആമും ഉണ്ടായിരിക്കും, ഷോർട്ടർ ആമും ഉണ്ടായിരിക്കും. ഓക്കെ, ലോങ്ങർ ആമും ഉണ്ടായിരിക്കും, ഷോർട്ടർ ആമും ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് അക്രോസെൻട്രിക്. അക്രോസെൻട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ചേ, സെൻട്രോമിയർ ഇവിടെ ആണെങ്കിൽ ഇത്രയായിരിക്കും ഒരു പോർഷൻ ദേ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അതായത് സെന്ററിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിരിക്കും ആരുള്ളത്? സെൻട്രോമിയർ ഉള്ളത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ ആമുകളുടെ പ്രത്യേകത എന്താ? ഫസ്റ്റ് ഈ പോർഷനിലുള്ള ആം എന്ന് പറയുന്നത് വളരെ ഷോർട്ടർ ആയിരിക്കും അല്ലേ, വെരി ഷോർട്ടർ ആംസ് ആയിരിക്കും ഇവിടെ ഉള്ളത്. എന്നാൽ ഇവിടുത്തെ ആംസിന്റെ പ്രത്യേകത നോക്കിയേ, അതെങ്ങനെയായിരിക്കും? വെരി ലോങ്, വളരെ ലോങ് ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ രണ്ട് പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ടീലോസെൻട്രിക് എന്ന് പറയുന്നത്. ടീലോസെൻട്രിക് ക്രോമസോമിന്റെ പ്രത്യേകത എന്താണ്? ഹാസ് എ ടെർമിനൽ സെൻട്രോമിയർ. നോക്കിയേ, ഒരു ടെർമിനൽ സെൻട്രോമിയർ ആയിരിക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഏറ്റവും ടിപ്പ് പോർഷനിലായിരിക്കും ആര് വരുന്നത്? സെൻട്രോമിയർ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് 4 പേരുകളാണ് ചോദിച്ചത്. പക്ഷേ എക്സാമിന് എങ്ങനെയും ചോദിക്കാം, ഇതേപോലെ ഫിഗർ തരാം, എന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. മനസ്സിലായോ? ഫിഗർ തന്നിട്ട് ഓരോന്നും ഏത് ടൈപ്പ് ക്രോമസോം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇവിടുത്തെ പേര് മാത്രം കൂടാതെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി പറഞ്ഞിട്ട് ചോദിക്കാം. അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ എങ്ങനെയായാലും കറക്റ്റായിട്ട് ആ ഡെഫിനിഷനും ആ ഫിഗറും 4 പേരുകളും കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന കുട്ടിക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നന്നായിട്ട് അത് പഠിച്ചു വെക്കുക. ഇനി ഡ്രോ, താഴെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നുണ്ടോ? ഡ്രോ എനി 1 ക്രോമസോം എമംഗ് ദം. അതിലേതെങ്കിലും ഒരു ക്രോമസോം, ഒരു ടൈപ്പിന്റെ പേരെഴുതാനാണ്, ഒരു ടൈപ്പിന്റെ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 ടൈപ്പ് നമ്മൾ ചിത്രം വരച്ചു അല്ലേ, അതിലേതെങ്കിലും ഒരെണ്ണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ എക്സാമിന് 4 എണ്ണം വരയ്ക്കാൻ ചോദിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ആ ഫിഗർ വരച്ച് പഠിക്കുക. ക്ലിയർ? ഓക്കെ, നമ്മുടെ ക്രോമസോമിന്റെ ഏരിയയിൽ നിന്നും വരുന്ന ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രദ്ധിച്ചേ. Due to the presence of a secondary construction, a knob-like small fragment appear in some chromosome called dash. 1 മാർക്ക് ചോദ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ സെക്കൻഡറി കൺസ്ട്രക്ഷൻ. ഒരു സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഫോം ചെയ്യുന്നതിന്റെ ഫലമായി എ നോബ് ലൈക്ക് സ്മാൾ ഫ്രാഗ്മെന്റ് അപ്പിയർ ഇൻ സം ക്രോമസോം. ചില ക്രോമസോമുകളിൽ എന്ത് ഫോം ചെയ്യുന്നു എന്ന് പറയുന്നു? നോബ് ലൈക്ക്, നോബ് പോലെയുള്ള സ്മാൾ ഫ്രാഗ്മെന്റ്സ്, ഒരു കുഞ്ഞ് ഫ്രാഗ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട്. നെയിം ദാറ്റ് ഫ്രാഗ്മെന്റ്. അതിന്റെ പേരെന്താണെന്നാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഫിഗർ ഒന്നും ക്വസ്റ്റ്യന് തന്നിട്ടില്ല, അത് ഞാനൊന്ന് വരച്ചിട്ടതാണ് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോമസോം. ഇവിടെ
ഇതാണ് സെൻട്രോമിയർ പോർഷൻ വരുന്നത്. ആംസ് ഉണ്ട്, ആംസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ മുകളിലായിട്ട് നോക്കിയേ, ഇവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഫോം ചെയ്യുന്നുണ്ട് ഇല്ലേ? കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് ആംസിൽ എന്ത് കാണാൻ സാധിക്കും? സെക്കൻഡറി കൺസ്ട്രക്ഷൻ കാണാൻ സാധിക്കും. ഇതാണ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇതാണ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പോർഷൻ. ഇങ്ങനെ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായത് കൊണ്ട് ഈ കൺസ്ട്രക്ഷന്റെ തൊട്ട് മുകളിലായിട്ട് എന്ത് ഫോം ചെയ്തു? നോക്കിയേ, ഒരു നോബ് ലൈക്ക് സ്മാൾ ഫ്രാഗ്മെന്റ് ഫോം ചെയ്തില്ലേ? ഇതിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പേര്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പേര്? സാറ്റലൈറ്റ് എന്നാണ് പേര്. ഓക്കെ, അപ്പൊ ആ പേരാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്, സാറ്റലൈറ്റ്. ഓക്കെ, അപ്പോ സാറ്റലൈറ്റ് എന്ന പേര് എഴുതാനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് കേട്ടോ. സാറ്റലൈറ്റ് എന്ന് തന്നിട്ട് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. എന്താണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ എ നോബ്-like small fragment appear in some chromosome. That small fragment is called satellite. അങ്ങനെ എഴുതണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ക്രോമസോം, ഇതാണ് സെൻട്രോമിയർ, ഇത് രണ്ടും ആംസ് ആണ്. ഇതാണ് സെക്കൻഡറി കൺസ്ട്രക്ഷൻ. അതിൻ്റെ മുകളിൽ വരുന്ന ഈ പോർഷൻ ആണ് എന്ത്? സാറ്റലൈറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ പോർഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്ററിലെ ആ സെല്ലിൻ്റെ ആ ഒരു ചാപ്റ്ററിലെ 5ാമത്തെ ചാപ്റ്ററിലെ ഏകദേശം എല്ലാ പോർഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ മോഡലുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കത്തില്ലേ? ഓക്കെ, അപ്പോൾ പിന്നെ കൂടാതെ നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരും. ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിമിറ്റ് ഉണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ടെലഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എന്നോട് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. പുതിയൊരു ചാപ്റ്ററിൻ്റെ, അതായത് അടുത്ത ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.